എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊഴുക്കട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിധമാണ്. ഈ ഒരു കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് തിളച്ച വെള്ളത്തിൽ പൊടി കുഴച്ചെടുക്കേണ്ട, കൈ പൊള്ളിക്കണ്ട, ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു പാചക രീതി കൂടിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു ഈസി മെത്തേഡില് കൊഴുക്കട്ട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. കൊഴുക്കട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഉണ്ട തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവിൽ ശർക്കരപ്പൊടി ചേർക്കാം. ശർക്കരപ്പൊടി എടുക്കുമ്പോൾ മധുരം വളരെ കുറവായിരിക്കും, അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നമുക്ക് എടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ ശർക്കര പാനിയാണ് എടുക്കേണ്ടതെങ്കിൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിലാണ് ശർക്കരപ്പൊടി ചേർക്കുന്നത്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ശർക്കര ഒന്ന് മെൽറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് തിരുമിയെടുക്കാം. ഞാനിവിടെ ഒരു വലിയ അരമുറി നാളികേരം തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അത് മുഴച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശർക്കര എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറിട്ട് അടിച്ചിട്ടുള്ള നാളികേരം ചേർക്കാം. നാളികേരം ഇനി ശർക്കര പാനിയിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം. അതിനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിത് വിളയിച്ചെടുത്താൽ മതിയാകും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാഷ്യൂസ് ഒക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ കാഷ്യൂസ് ചേർക്കാവുന്നതാണ്. കുറച്ച് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ കാഷ്യൂസ് ചേർക്കുന്നില്ല. അതുപോലെ ഒന്നും കൂടെ ഈ ഒരു ഫില്ലിങ്ങിന് സ്വാദ് കൂട്ടാനായിട്ട് കുറച്ച് നെയ്യൊക്കെ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അവില് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അവിലും ചേർക്കാം. ഇനി ഫില്ലിങ് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമായ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന പൊടി സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് മറ്റൊരു രീതി ഞാൻ കാണിച്ചു തന്നിരുന്നു. വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് നമ്മൾ ഉണ്ട തയ്യാറാക്കാൻ പോകുന്നത്. ശർക്കര ഒന്ന് വിളയിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൊടിയും പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ തീയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. പൊടി കുഴച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ പൊടിയെടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അളവിനാണ് പൊടിയെടുക്കുന്നത്. നമ്മൾ തിളച്ച വെള്ളത്തിലൊന്നും പൊടി കുഴച്ചെടുക്കുന്നില്ല. പകരം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് പൊടി കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ പൊടി അളന്നെടുത്ത അതേ ഗ്ലാസ്സിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ ചോറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ച് എടുത്തിട്ടുള്ള ചോറ് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പൊടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇതിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. ചുക്കും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോൾ ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് ഉരുട്ടിയും കൂടെ വയ്ക്കണം. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി വെള്ളമൊന്നും തന്നെ ചേർക്കരുത്. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊഴുക്കട്ട കഴിക്കാനും സാധിക്കും. ഇപ്പം തിളച്ച വെള്ളത്തിലൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇടിയപ്പം തയ്യാറാക്കാം, അട തയ്യാറാക്കാം. പിന്നെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഏതൊരു പലഹാരവും തയ്യാറാക്കാം. ചോറെടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ 1 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് ചോറെടുത്താൽ മതിയാകും കേട്ടോ. നമുക്ക് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം പൊടി കുഴച്ചെടുക്കാം. കണ്ടോ, സ്ക്രാച്ചൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല മയത്തിൽ കുഴച്ചെടുക്കാൻ സാധിക്കും. വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയൊന്ന് ചേർത്താൽ മതിയാകും. നമ്മളിപ്പോൾ പൊടിയൊന്ന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഈ ഒരു രീതിയിൽ പൊടി കുഴച്ചെടുക്കാനായിട്ട്. അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ നല്ല വറുത്തിട്ടുള്ള നൈസ് പൊടിയായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. നല്ല മയത്തിൽ ഇവിടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ
കുറച്ച് വെള്ളം ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉണ്ടയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു രീതി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കടകളിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിലേ ഒന്നും കൂടെ പാനിലിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. നമുക്കിതൊന്നും കൂടെ ഷേപ്പാക്കി എടുക്കണം. ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഉണ്ട പിടിച്ചിടുന്നുള്ളൂ. ഇനി കയ്യിലിട്ട് കൊടുത്ത് നല്ല ഷേപ്പാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുവാണെങ്കിൽ ഒരു സ്ക്രാച്ചും ഇല്ലാതെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുമേ. നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ട ഞാനിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിന്റെ ആ ഒരു ഫില്ലിങ്ങും കൂടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. ഉണ്ട ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫില്ലിങ്ങും ഞാനിതുപോലെ ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബോൾ എടുക്കുക. ഇനി നാരങ്ങ പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ആഴത്തിൽ തന്നെ കൈ കൊണ്ടൊന്ന് ഹോളിടാതെ തന്നെ നമുക്ക് കുഴിയാക്കി എടുക്കാൻ സാധിക്കും. നമ്മുടെ കൈ ഉപയോഗിച്ച് കുഴിച്ചെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിലാണ് ഈ ഒരു രീതി ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹോളിട്ട് കിട്ടും. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഷേപ്പാക്കി വെക്കാം. ഈ ഒരു സൂത്രം ചെയ്താൽ ഉണ്ടയുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാകും. അങ്ങനെ നമ്മളിവിടെ എല്ലാം ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പാക്കി മാറ്റിയിട്ടുള്ള മാവിലേക്ക് ഒന്നും കൂടെ നമ്മുടെ കൈ വെച്ച് ആഴത്തിൽ കുഴിച്ചെടുത്തതിന് ശേഷം ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഉരുട്ടിയെടുക്കുക. നമ്മുടെ കയ്യിലിട്ട് നല്ല പോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ആദ്യം ഉണ്ട ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ക്രാച്ച് ഒക്കെ വരുവാണെങ്കിൽ കയ്യിൽ അല്പം വെള്ളം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മയത്തിൽ ഒന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതിയാകും. വളരെ സിമ്പിൾ ആണ് ഈ ഒരു രീതി. ഉണ്ട ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. ഇനി നമുക്കിത് ആവി വരുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ജോലി ചെയ്യാവുന്നതാണ് കേട്ടോ. ഫില്ലിങ് വെച്ച് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ഇങ്ങനെ വരുന്ന മാവ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, ഉരുട്ടിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ഉണ്ടയും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആവിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഇവിടെ എല്ലാ ഉണ്ടയും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിപ്പാത്രത്തിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. അങ്ങനെ ഉണ്ട എല്ലാം വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കൂടുതൽ ആവി കയറി ഉണ്ട പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ കൊഴുക്കട്ട വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൊഴുക്കട്ട എല്ലാം നല്ല പോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട്. എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മൾ ഇതുപോലെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ കൊഴുക്കട്ട ഉണ്ട തയ്യാറാക്കാൻ പഠിക്കുവാണെങ്കിൽ ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതും വായിലിട്ടാൽ അലിയും വിധമാണ് നമുക്കിത് കഴിക്കാനും സാധിക്കുന്നത്. ഇനിയിപ്പോ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊഴുക്കട്ട നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട വിഭവം ഇവിടെ ഞാൻ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇന്ന് തയ്യാറാക്കി കാണിച്ചിട്ടുള്ള ഈ ഒരു പാചക രീതി എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കുന്ന കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയും വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.